45 വർഷത്തെ കോൺഗ്രസ് പാരമ്പര്യം ഉപേക്ഷിക്കുന്നു. കോൺഗ്രസ് KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. ഒപ്പം തന്നെ 4 തവണയാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്ന K. മഹേശ്വരൻ നായർ. പക്ഷേ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായാണ് ഈ കോർപ്പറേഷനിൽ ജനവിധി തേടുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് പാരമ്പര്യമൊക്കെ ഉപേക്ഷിച്ചിപ്പോൾ പൊടുന്നനെ BJPയിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രതിനിധിയായി ജനങ്ങൾക്കിടയിൽ വോട്ട് തേടുന്നു. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? ആ മാറ്റത്തെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉൾക്കൊള്ളുന്നത്. കാരണം നമ്മൾ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതിരഹിതമായ ഒരു ഭരണം, അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ബോധപൂർവം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന രാഷ്ട്രീയം പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം എല്ലാ പഞ്ചവത്സര പദ്ധതികളിലൂടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആ ഫണ്ടുകളെല്ലാം തന്നെ ഒരുപാട് ഫണ്ടുകൾ ലാപ്സാക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിന് എത്ര കോടി കൊടുത്താലും ഇപ്പോൾ സീവേജിൻ്റെ ഈ വാർഡിൽ ഞാൻ ഇറങ്ങി നടന്നപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ കുറേ ഡെവലപ്മെൻറ്റ് നടന്നു എന്നുള്ളതല്ലാതെ അതിനു മുമ്പ് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇവിടുത്തെ ജനങ്ങൾക്ക്, കുട്ടികൾക്ക്, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ കയറി വന്ന വഴി തന്നെ കണ്ടാൽ അറിയാമല്ലോ. ഇവിടെ പ്രായം ചെന്നവർക്ക് ഇത്തിരി ഇരിക്കാൻ, വിശ്രമിക്കാനൊരു സ്ഥലമില്ല, കുട്ടികൾക്ക് കളിക്കാനൊരു സ്ഥലമില്ല, ഒരു ATM പോലുള്ളൊരു കൗണ്ടറില്ല, നല്ല ഒരു 10, 200, 300 പേർക്ക് ഇരുന്നൊരു കോൺഫറൻസ് നടത്താനോ ഒരു പാർട്ടി നടത്താനുള്ള സംവിധാനമില്ല. റോഡിലാണ് ഈ ഭാഗത്ത് മാർക്കറ്റിൻ്റെ ആൾക്കാരിരിക്കുന്നത്, റോഡ് സൈഡിലാണ്. അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം കാണണം. അത് കാണണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് 40 വർഷത്തോളം ഇവിടെ CPM ആണ് ഉണ്ടായിരുന്നത്. CPM ഉണ്ടായിരുന്നു, കോൺഗ്രസ്സും ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം നഗരം ഓരോ പ്രാവശ്യവും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മൾ വോട്ട് ചോദിക്കും. ചിലപ്പോൾ പാവപ്പെട്ടവനാണ്, ഒരു നിവൃത്തിയില്ല, എനിക്ക് വേറെ മാർഗമില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വോട്ട് ചോദിക്കുന്ന പല സ്ഥാനാർത്ഥികളും. നമുക്ക് അവർക്കൊക്കെ വേറെ സഹായിക്കണം, അവരെയൊക്കെ സഹായിച്ചേ പറ്റും, അത് വേറെ വിഷയം. പക്ഷേ അതിനേക്കാളുപരി ഈ നഗരത്തിൽ ഏതാണ്ട് 10 കോടി ജനങ്ങൾ വരുന്നതാണ്, 10 ലക്ഷം. ഈ 10 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ നഗരത്തിൽ അതിൻ്റേതായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡ ഉൾപ്പെടെ പാർവതി പുത്തനാർ നന്നാക്കാൻ ഇറക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മുൻ മേയർ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡെവലപ്മെൻറ്റിനുള്ള തുടക്കം കുറിക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ കൊതുക് നിവാരണത്തിന് മാർഗമില്ല, നായ്ക്കളുടെ ശല്യം ഇന്നിപ്പോൾ റോഡിലിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണണം. സീവേജിൻ്റെ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, ഇലക്ട്രിസിറ്റി, ഇപ്പോൾ റോഡിൽ നിന്ന് ലൈറ്റുകൾ കൃത്യമായി കത്തുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ 20 വർഷം പൂജപ്പുരയിൽ പ്രവർത്തിച്ചത്. ആ പ്രദേശത്ത് ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു സാമൂഹിക സാംസ്കാരിക സംഘടനകൾ അവരുമായിട്ട് ആലോചിച്ച് ഒരു പ്രദേശത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്തതാണ്. അങ്ങനെയാണ് പൂജപ്പുരയിലൊക്കെ വളരെ വലിയ വികസനം നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇനിയും ഒട്ടനവധി വികസനം പൂജപ്പുരയിലെന്നല്ല ഈ നഗരത്തിൽ വരേണ്ടതായിട്ടുണ്ട്. ആ ഒരു ദീർഘവീക്ഷണം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ അദ്ദേഹം ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ ഞാൻ ഈ പാർട്ടിയിൽ വരാൻ ഒരു കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ എത്രയോ MP മാരോടൊപ്പം പ്രവർത്തിക്കാൻ, അവരുടെ ഇലക്ഷൻ പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം ഇവിടെ പാർലമെൻറ്റിൽ നോമിനേഷൻ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഠനം, ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഏതെല്ലാം മണ്ഡലങ്ങളാണ് അതിൻ്റെ വലിപ്പം, അതിനകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കേന്ദ്രങ്ങൾ, മാലിന്യ സംസ്കരണത്തിനുള്ള വിഷയങ്ങൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശം ഏതാണ്, ആ വാർഡിൻ്റെയൊക്കെ സ്കെച്ച്, വാർഡിൻ്റെ എല്ലാ നിയോജക മണ്ഡലത്തിൻ്റെ 7 നിയോജക മണ്ഡലം വരുന്നതിൻ്റെ വ്യക്തമായ പഠനം നടത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി കണ്ടാണ് ഞാൻ BJPയിൽ ചേരാൻ കാരണം. ഇപ്പോൾ ഒരു അവസരമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ഈ തിരുവനന്തപുരം നഗരസഭ BJPക്ക് കിട്ടിയാൽ ഒരു മാതൃകാ നഗരസഭയായി മാറും. ഈ സിറ്റിയിലെ ഒക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഒരു 5 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഉറച്ചൊരു വിശ്വാസമുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ
ഒരു നഗരസഭയായി മാറും. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് BJPക്ക് കഴിയും. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് അതിൻ്റെ പ്രഖ്യാപനം നടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സിൽ ഈ 45 വർഷം കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചിട്ട് കോൺഗ്രസ് പിന്നെ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കോൺഗ്രസ്സിൽ ഞാൻ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നതാണ്. ഞാൻ 28 സീറ്റുള്ളപ്പോൾ ആയതാണ്. അത് 42 സീറ്റോളം എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതിനകത്ത് അമിതമായ ഗ്രൂപ്പ് താല്പര്യവും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ മാറി. അത് കഴിഞ്ഞതിന് ശേഷം അത് 42 നിന്ന് എത്രയായി? 22 സീറ്റായി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ എത്രയായി? 10 സീറ്റാണുള്ളത്. ആ 10 സീറ്റ് ആണിപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? 42 സീറ്റിന് അത് 60 70 സീറ്റാക്കുന്നതിന് പകരം ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വടംവലിയുടെ ഭാഗമാണ്. അപ്പോൾ അതിലൊന്നും ഭാഗമൊക്കെ ആകാതിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ 10 സീറ്റ് കിട്ടിയ UDF ഒരിക്കലും 51 സീറ്റിലോ അല്ലെങ്കിൽ 60 സീറ്റിലോ എത്തില്ല. ഒരു കാരണവശാലും എത്തില്ല. അപ്പോൾ 35 സീറ്റ് കിട്ടുന്ന BJP ഒരു 10, 60, 75 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും. അതാണ് എൻ്റെ ഒരു തീരുമാനം. ഈ പൊടുന്നനെ ഈ കോൺഗ്രസ്സുകാരനായി തലസ്ഥാന നിവാസികൾ കണ്ട് ശീലിച്ച ഒരു പരിചിതമായ മുഖം പൊടുന്നനെ താമര ചിഹ്നത്തിൽ വോട്ടുമായി വരുമ്പോൾ ജനങ്ങൾ എന്താണ്, പാർട്ടിയാണോ മുഖമാണോ ജനങ്ങൾ നോക്കുന്നത്, വ്യക്തിയാണോ നോക്കുന്നത്? ജനങ്ങൾ ഒന്ന് നോക്കുന്നത് ഈ നഗരത്തിലൊരു മാറ്റം അനിവാര്യമാണെന്ന് കാണുന്നുണ്ട്. അത് BJPയിലൂടെ ആകട്ടെ എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട്. അത് കോൺഗ്രസ്സിൽ നിന്ന് മാത്രമല്ലല്ലോ മാറിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരാളാണ് കെ അനിരുദ്ധൻ. അദ്ദേഹം CITUവിൻ്റെ വലിയൊരു നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായി ഞാൻ യൂത്ത് കോൺഗ്രസ്സിലുള്ളപ്പോൾ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നില്ലേ? ഇപ്പം ഈ മാർക്സിസ്റ്റ് പാർട്ടി ആ പാർട്ടിയെ തിരുത്തണമെങ്കിൽ, ആ പാർട്ടി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയം, അഴിമതി, പണ്ടൊക്കെ ആണെങ്കിൽ എനിക്കറിയാം EMS നമ്പൂതിരിപ്പാട് മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അതാണോ? EK നായനാരും അതിനു മുമ്പുള്ള എത്രയോ LDFൻ്റെ VS ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമല്ല ഇപ്പോഴത്തെ ഭരണം. അത് ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരുൾപ്പെടെ ഒരു താക്കീത് കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യം.